ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് പെർഫോമൻസുമായി എത്തുന്നത് മുബീന കടവത്ത്. മുബീന താത്ത എന്തോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. താങ്ക് യു. ആക്ച്വലി ഈ ഒരു ഉടുപ്പിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് മുബീനെ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് ഞാൻ പറഞ്ഞാൽ പൊങ്ങി പോകരുത്. നമുക്ക് പാട്ടൊക്കെ പാടണ്ടേ? അവിടെ മേളിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടില് നമ്മളെ ചിരിപ്പിക്കാൻ റെഡിയാണോ? ഓ, ചിരിക്കോ? എല്ലാവരും ചിരിക്കണേന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഏതായാലും വളരെ നല്ലൊരു മൂവായി. ഓക്കെ, മുബീന ഏത് പാട്ടാ പാടാവത്? ഞാൻ പുന്നാര പുയ്യാപ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള. പുയ്യാപ്പിളയൊക്കെ വരുമോ? ഓ, അപ്പൊ പുയ്യാപ്പിളയൊക്കെ നമുക്ക് സ്റ്റേജിൽ കാണാം. പിന്നെ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുവരെയുള്ള ചിരിച്ചും ചിരിപ്പിച്ചും എക്സ്പീരിയൻസ് വെച്ച് എന്ത് സംഭവിക്കാം. അപ്പൊ മുബീന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നമ്മള് പുയ്യാപ്പിളല്ലത്. എടി മോളെ കച്ചുബി, അന്റെ പുയ്യാപ്പിളി വന്നിക്കണ്. നാലെന്റെ പുയ്യാപ്പിളെ ഏറെ നാളായില്ലേ ഒന്ന് കണ്ടിട്ട്. പുയ്യാപ്ലെ കൊയ്ക്ക്
പറയണമെന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ മുബീന എന്താ വോയിസ്, മുബീനയുടെ വോയിസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു ഇവിടെ മുഴുവൻ. താങ്ക് യു. പിന്നെ ഇതെന്താണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഇല്ലായിരുന്നല്ലോ ഈ വയറ്. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തൂടെ, വെറുതെ ഇരുന്ന് തിന്നാ മതിയോ? കൊറേ ശ്രമിച്ചു നോക്കി, ഇത് കുറയണില്ല. അതെങ്ങനെയാ, സ്നേഹിച്ച് എന്തെല്ലാം സാധനങ്ങളാ തീറ്റിപ്പിക്കുന്നത്. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു, അമ്മായി എന്തൊരു ക്രൂരയായ അമ്മായി, ആ പെൺകുട്ടീനെ കൂടെ ഒന്ന് ഇരുത്താൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ അത്. പക്ഷെ ഏറ്റവും അവസാനം കൂടെ പറഞ്ഞു വിട്ടല്ലോ, നന്നായി. ഇനി ഇതൊക്കെ മുബീനയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസിക്ക, കോഴിക്കോട്ടെ ഒരു അല്ലെങ്കിൽ മലബാറിലെ ഒരു അമ്മായി, ആ ഒരു ഇവിടെ ഒരു സഞ്ചി ഉണ്ടായിരിക്കും ഒരു ചെറിയ, അതെവിടെ, അതാണതല്ലേ. പിന്നെ പൈസയും ചെറിയ പൈസ ഒക്കെ അതിലിട്ടു അല്ലേ? പൈസ ഉണ്ടോ? പുയ്യാപ്പിള കേട്ടില്ലേ, അതിൽ പൈസ ഉണ്ട്. ആള് ചെറുതായോണ്ട് അതിനനുസരിച്ച് ബാഗ്, ചെറിയ കുഞ്ഞു ബാഗ്, ബാഗ് എന്നൊക്കെ. ഓക്കെ, അപ്പോ മുബീന നന്നായി പറഞ്ഞു. മോളെവിടെയാണ് നാട്ടില്? വയനാട്. അപ്പോ അതിനോട് അടുത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ ഒരു പാട്ടാണ്. ആരൊക്കെ അതിന്റെ ശില്പികൾ എന്നറിയോ? ചെലവൂർ കെ സി അബൂബക്കർ. ചെലവൂർ കെ സി അബൂബക്കർ അദ്ദേഹമാണ് മാപ്പിളപ്പാട്ടിൽ ഏറ്റവും കൂടുതൽ കോമഡി പാട്ടുകൾ എഴുതിയാണ്. സുബിലേച്ചി പാടിയ പാട്ടാണ്. നന്നായിട്ട് പാടി കേട്ടോ. അതിന്റെ ആ കളറൊക്കെ കൊണ്ടുവന്നു ഒരു കോമഡി എന്ന രീതിയിൽ എല്ലാ കുട്ടികളോടും പറഞ്ഞു തന്നെ മോളോടും പറയുന്നത്. അതിന്റെ മറ്റു ഡീറ്റെയിലുകളിലേക്കൊന്നും പോകുന്നില്ല. നന്നായി പാടി അതിന്റെ എല്ലാ കോമഡി കളറൊക്കെ കൊണ്ടുവന്നു. പിന്നെ വേറെ ഒന്നുമില്ല ഇതിൽ പറയാൻ. പാട്ട് നല്ല സൂപ്പറായിട്ട് പാടി, ഉഗ്രനായിരുന്നു. റെൻഡറിംഗ് ഒക്കെ ഭയങ്കര പവർ പാക്ഡ് ആയിരുന്നു ഫുൾ ടോട്ടലി. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇടയ്ക്ക് ഉള്ളൊരു ഫ്രീക്ക് യോയോ ആണ് മുബീന എന്ന് ഞാൻ അറിഞ്ഞു. ഇങ്ങനെ മലയാളം പാട്ടുകളൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് സ്റ്റൈലിലാക്കി പാടുമെന്നുള്ളൊരു ശ്രുതി കേട്ടു. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു പാട്ട് പാടിത്തരാം. വെളുക്കുമ്പോൾ കുളിക്കുവാൻ, ആ പാട്ടൊന്ന് പ്രേക്ഷകർക്കായിട്ട്. വെളുക്കുവാൻ പോകുന്ന വഴി വയ്ക്കും വെളിക്കും നിന്നവരെ ചുണ്ടൻ മാമ്പഴം കാളിച്ചും കൊണ്ട് എന്നോട് പിന്നാരം പറഞ്ഞവനെ, എന്നോട് പിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴി വയ്ക്കും വെളിക്കൽ നിന്നവനെ ചുണ്ടൻ മാമ്പഴം കാളിച്ചും കൊണ്ട് എന്നോട് പിന്നാരം പറഞ്ഞവനെ, എന്നോട് പിന്നാരം പറഞ്ഞവനെ. അരെ വാ, സവാഷ്. ഇടയ്ക്കൊരു സംഗതിയും കൂടെ. അല്ല, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനിത് നജീമ് പറയിപ്പിച്ചപ്പോ ഇത് എന്താ കഥ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊരു മഹാപ്രസ്ഥാന സംഭവമായി പോയി. ഈ തൊണ്ടക്കകത്ത് മെഷീനൊക്കെ വെച്ച് പാടുമ്പോൾ സമ്മതിച്ചു. അതിനിടയ്ക്കൊരു സംഗതിയും കൂടെ. സൂപ്പർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീമിക. സജ്ലത, എക്സലന്റ് കേട്ടാ. എന്താണ്, എനിക്കൊരു സംശയം, സൽക്കാര റൗണ്ട് ആണോ ഇത് അതോ കോമഡി ആണോ? എത്ര വിഭവമായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചു ഞങ്ങൾക്കൊക്കെ കൊണ്ടുതരും, കിട്ടിയിട്ടില്ല. ശ്യാംലാൽ, നിതിൻ സംഭവമാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. നിതിൻ, നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഞങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ടായി പോവാണല്ലോ. എന്താണ് മൊഞ്ചെത്തി. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പാട്ടില് എനിക്ക് ഒന്നും ഉണ്ടാവില്ല. അത്രക്കും നന്നായിട്ട്, കാരണം പാട്ട് നല്ല ഹൈ ലെവലിൽ തന്നെയാണ് നിന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കളികളും എന്താ പറയാ, ഒന്നുമില്ല, നല്ലൊരു കളർഫുൾ പെർഫോമൻസ്, കാണാനും കേൾക്കാനും ഒക്കെ സുഖമായിരുന്നു. താങ്ക് യു. താങ്ക് യു സജ്ലത. ഇനി മുബീനയുടെ മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക, 40-38. നജീമിക, 28.5. സജ്ലത, 28.5. മുബീനയുടെ ടോട്ടൽ മാർക്സ് 95 out of 100. മുബീനമായി 95 മാർക്സ് അടിച്ചെടുത്തല്ലോ. അത് രണ്ടുപേരോടും വലിയ താങ്ക്സ് ഉണ്ട്. അപ്പൊ മുബീനയുടെ ടീം കൺഗ്രാറ്റുലേഷൻസ്, ഇത്രയും നല്ല മാർക്സ് കിട്ടിയതിന്. ഇനി മുബീനയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. മുബീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം. ഈ ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കുകയാണ്. കാരണം അവരെന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു.
മലബാർ TMT